നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. ജില്ലാതല പ്രവേശനോത്സവം മാള സോക്കോർസോ സ്കൂളിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. മണലൂർ ഏനാമാവ് റോഡിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്തുപറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ലോറി ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു. കൊല്ലം പട്ടാഴി സ്വദേശി മുകളുവിള വീട്ടിൽ 54 വയസ്സുള്ള ഉദയകുമാറാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ പത്താങ്കൽ സ്വദേശികൾക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ക്ഷീര കർഷകന് ലഭിക്കുക 3 രൂപ 35 പൈസ. തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത അമ്മയെയും മകളെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി. നെല്ലങ്കര സ്വദേശികളായ കുന്നമ്പത്ത് ശ്രീദേവി, മകൾ ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. വിതരണോദ്ഘാടനം നാളെ മാളയിൽ നടക്കുന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിക്കും. പുതിയ അധ്യയന വർഷം അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി സബ് ആർ ടി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കായി പാർലിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോസഫ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ SM മനോജ് കുമാർ, V അനിൽകുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഗുരുവായൂർ സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണായനം വിഷ്ണു സഹസ്രനാമ സത്സംഗവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 1 മുതൽ 11 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 ദിവ്യബലി ഉണ്ടായിരിക്കും. ജൂൺ 13 ഊട്ടുതിരുനാൾ. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി പിതൃവേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ക്ക് സ്വീകരണം നൽകി. ചിറ്റിലപ്പള്ളി മഹാകുടുംബയോഗം പ്രസിഡന്റ് സാൻഡി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡെനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വേലൂർ അർമോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർമോസ് പാതിരിയുടെ വസതിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. അർമോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. കരിമത്ര വടക്കേക്കര 2-ാം വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളെ മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവാവ് ലോറി ഇടിച്ച് മരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി 42 വയസ്സുള്ള സജോഷാണ് മരിച്ചത്. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ 30ാമത് വാർഷിക മഹാ അന്നദാനം നാളെ നടത്തും. ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കും. മസ്ജിദ് മുബാറക് മഹല്ല് കമ്മിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി മതിലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. BJP ചെമ്മാപ്പള്ളി വടക്കുമുറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായി തുറക്കും. പാലത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടുണ്ട്. മന്ത്രി ഒ ജെ ജനീഷിന് ഉച്ചഭക്ഷണം നൽകിയതിൽ തെറ്റില്ലെന്ന് CPI പുറത്താക്കിയ PS അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. 55 വർഷമായി CPI പ്രവർത്തകനാണെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. DCC സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകി സർക്കാർ ഉത്തരവിറക്കി. തൃശൂർ ജില്ലയുടെ ചുമതല മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിക്കും.
റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർണ്ണമാകാത്തതിനാൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ രാമവർമ്മപുരത്തെ നിരവധി കുടുംബങ്ങൾ. നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. പുലരി അങ്കണവാടിയുടെ ടെറസിന് മുകളിൽ 480 ഗ്രാം കഞ്ചാവാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഓൾ കേരള കാർപ്പന്റർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മേത്തലയിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കുമാർ കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.